എന്തായാലും അപ്പച്ചൻ എന്നെ ഉദ്ദേശിച്ചാ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് നിന്നെ ഉദ്ദേശിച്ചുണ്ടാക്കണേ? ആ ഇട്ടിരിക്കുന്ന ഷർട്ട് എൻ്റെ അല്ലേ നോക്കി. എന്തായാലും ആ ഫേസ് കട്ട് എൻ്റെ അല്ലേ? അപ്പച്ച, ഞാൻ ആ ഈ എഡിസൈനിലുള്ള ഇന്ത്യൻ കട വിളിച്ച് അവിടെ 2-3 കുപ്പി വേണം. ഇവിടെ ഇപ്പം 5 കുപ്പി, അകത്ത് 10 കുപ്പി, മൊത്തം 15 കുപ്പി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇത് നല്ലപോലെ അങ്ങനെ ഇളക്കിക്കോ. അടി പിടിക്കാതെ സൂക്ഷിച്ച് ഇളക്കിക്കോണം. അച്ചായോ, സമ്മർ തീരുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചൺ ഒന്ന് റീമോഡൽ ചെയ്ത് വലുതാക്കണം. ഇതെന്നാടി നിനക്കൊരു പുതിയ ഭൂതോദയം? ആ വെറുതെ അല്ല, $5 മുടക്കി ഇത് മേടിക്കുന്നതും പോരാ, ഇതിൽ എഴുതിയേക്കുന്ന ഓരോന്ന് കണ്ടുപിടിച്ചോ പുതിയ പുതിയ ഭൂലം ഉണ്ടാക്കിക്കോ. ദേ അപ്പുറത്തൊരു സാരിക്കടയുടെ പരസ്യം ഉണ്ടല്ലോ, കുറച്ച് അതും കൂടെ ഓർഡർ ചെയ്യേ. ഞാൻ ഇതിലൊന്നും കണ്ടിട്ടല്ലതാ. ഞാൻ ഈ കിച്ചൺ റീമോഡൽ ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അതെങ്ങനാ പറയുന്ന വല്ലതും കേട്ടിട്ട് വേണ്ടേ? എപ്പം നോക്കിയാലും ഈ ഇൻഷുറൻസിന്റെ വയലും പിടിച്ചോണ്ടിരിപ്പാ. അടുക്കളയിലെ കൗണ്ടർ ടോപ്പാണ് ഫെവിക്കോളിലിട്ടാ ഒട്ടിച്ചിരിക്കുന്നത്. അത് എപ്പോഴാ പറഞ്ഞത് വീഴുന്നെന്ന് അറിയില്ല. ഒന്നും പറയാൻ ഞാൻ ടേബിൾ ഇട്ട് കഴിഞ്ഞപ്പം അവിടെ നിന്ന് തിരിയാൻ അടുക്കളയിൽ സ്ഥലവും ഇല്ല. ആ ടേബിൾ പിന്നെ ഞാൻ എവിടെ കൊണ്ടിടും? എന്റെ തലയെ വെച്ചോണ്ട് നടക്കാൻ ഒക്കുവോ? എടി അടുക്കളയ്ക്ക് വീതി കൂട്ടാൻ പോകാതെ നിന്റെ തടിയിച്ചിട്ട് കുറച്ചാ പോരെ. എന്തെങ്കിലും ചെയ്യാം. ഈ ഇൻഷുറൻസ് ഒന്ന് പച്ച പിടിക്കട്ടെ. ഇത് പച്ച പിടിക്കാൻ നിൽക്കുന്നതിലും നല്ലത് എന്റെ സോഷ്യൽ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാ. അത് അറ്റ്ലീസ്റ്റ് 65-ാമത്തെ വയസ്സിൽ കിട്ടുമല്ലോ. ഈ ഇച്ചിരി ഇല്ലാത്ത അടുക്കള കിടന്ന് ഞാൻ തിരിഞ്ഞു മറിഞ്ഞു മടുത്തു. ആ സ്റ്റോറേജിന്റെ അപ്പുറത്തുള്ള ആ ചുമരങ്ങ് മാറ്റിയാൽ ആ അടുക്കള അങ്ങ് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. ഇതിപ്പം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സമ്മറിലേ ചെയ്യാനൊക്കത്തുള്ളൂ. എടി ഇപ്പം അത് ചെയ്യാൻ പോയാൽ അതിനുള്ള കാശ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ? ഉള്ള കാശ് എടുത്തല്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ മോർട്ട്ഗേജ് അയച്ചത്. നമ്മുടെ അക്കൗണ്ടിൽ കാശില്ലെന്നുള്ളത് ശരിയാ, പക്ഷെ ഇത് ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തോളാം. നിന്റെ അക്കൗണ്ടോ? അതേതാടി അങ്ങനെ ഒരു അക്കൗണ്ട്? ആ, അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. എന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് കാശ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഞാൻ അതിൽ നിന്ന് കൊടുത്തോളാം. അമ്പടി ഭയങ്കരി. ഓരോ ആഴ്ചയും നീ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തെന്ന്. ഞാൻ ആഴ്ച ബാങ്കിൽ ചെല്ലുമ്പോൾ യാതൊരു വ്യത്യാസം കാണില്ല. ഒരു ചെറിയ മീശ വണ്ണം വ്യത്യാസം കാണും. അപ്പം നിനക്ക് പ്രത്യേക അക്കൗണ്ട് ഉണ്ടല്ലേ? എന്നിട്ട് ഞാൻ വെറുതെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ദാരിദ്ര്യവും പറഞ്ഞു നടക്കണം. ഏതാടി ബാങ്ക്? അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങ് പറ. എടക്കിരികിരി, നിനക്ക് ഹാൻഡിമാനെ വല്ലവരെ അറിയാവോ? ഇവിടുത്തെ അടുക്കളയൊന്ന് പൊളിച്ച് പണിയാനാ. ബെസ്റ്റ്. എനിക്കറിയാവുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? ഒരു ഹൊസ ഉണ്ട്. ഒരു ഹൊസ വന്ന് ചായ തിന്ന് ബിസ്ക്കറ്റും കുടിച്ച് പോയുള്ളൂ. നീ ഹൊസ വേണ്ട. അത് ഹൊസെ ഗോമസ്, ഇത് ഹൊസെ ഗൊൺസാലസ്. എന്റേതാണല്ലോ, ഹൊസയാണല്ലോ. എടാ, ഈ ഹൊസയ്ക്ക് പണിയെല്ലാം അറിയാവോ? പിന്നെ അവന് എല്ലാ പണിയും അറിയാം. അവന് പ്ലംബിംഗ് അറിയാം, ഇലക്ട്രിക് വർക്ക് അറിയാം, പിന്നെ കാർപ്പറ്റിംഗ് അറിയാം. എന്നാ നീ ഒരു കാര്യം ചെയ്യാം, അവനോട് നാളെ രാവിലെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം. ഞാൻ പറയാം. ചേട്ടാ, ഞാൻ എപ്പോഴും കണ്ണടച്ചോണ്ടിരിക്കുന്നത്. എന്റെ കണ്ണല്ലേ, ഞാൻ അടയ്ക്കോ തുറക്കോ ഒക്കെ ചെയ്യും. നീ പോയി ഹൊസയെ കൊണ്ടാ. ഇത് ഗിരിഗിരിയല്ലേ? അയ്യേ, ഇവ മീൻ കച്ചവടം തുടങ്ങിയോ? ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് മാർക്കറ്റ് ചെയ്യാൻ വയ്യ. എടാ, ഇത് നമ്മൾ ഇന്ത്യൻ കടകളിലോട്ട് കൊടുത്തു വിട്ട കുപ്പികളാണല്ലോടാ. അതുപോലെ തന്നെ ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്.
ബ്ലിംബിയിൽ നിന്ന് എനിക്കിത് പരിചയമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്നേ പറഞ്ഞ് ഒരൊറ്റെണ്ണം പോലും വിട്ടുപോകത്തില്ലെന്ന്. വിറ്റ് പോകാൻ എന്താണ് അത്ര ബുദ്ധിമുട്ട്? ഇത് കഴിച്ച് നോക്കിയവരൊക്കെ ഓരോ കുപ്പി വാങ്ങിച്ചില്ലേ? നീ ആ ഇന്ത്യൻ കടയിൽ നിൽക്കുന്ന പയ്യനോട് പ്രത്യേകം പറ, അവിടെ വരുന്ന ആളോട് സംസാരിച്ച് ഇത് വിറ്റ് കാശാക്കാൻ. പിന്നെ ഈ ജാമിൻ്റെ കുപ്പിയിലും ബൂസ്റ്റിൻ്റെ കുപ്പിയിലും അല്ലേ പിക്കിൾ വിൽക്കാൻ നടക്കുന്നത്. വലിയൊരു ഇത് ജാമും ബൂസ്റ്റും ആയിരിക്കുന്നു. പിന്നെ ഇതിനൊരു നല്ല പേരെങ്കിലും ഉണ്ടോ? ഒരു എക്സ്പയർ ഡേറ്റ് എങ്കിലും ഉണ്ടോ? എക്സ്പയർ ഡേറ്റോ? അതെന്നാടാ? ഈ സാധനം കേടുവരുന്നത് എന്നാന്നുള്ള ഡേറ്റ്. മുന്തിരി കേട് വന്നതുകൊണ്ടല്ലേ ഞാനത് പിക്കിളാക്കിയത്. ബെസ്റ്റ്. ചേട്ടായി, ഇതാ ഞാൻ പറഞ്ഞ ഹൊസെ. എങ്ങനെയുണ്ട്? ഇവനാകുമ്പോ പിന്നെ നമ്മൾ ഈ സീലിംഗ് പെയിന്റ് അടിക്കാനൊന്നും ലാഡറിന്റെ ആവശ്യമില്ലല്ലോ. ഹൊസെ, യു സിറ്റ്. ഓക്കെ ഹൊസെ, ദിസ് ഈസ് ഹോർഹെ. നീ എന്നാ പറഞ്ഞ കൊറഹയോ? ചേട്ടായിയുടെ പേര് സ്പാനിഷിൽ പറയുന്ന ഹോർഹെ. ജോർജ് എന്നുള്ളത് സ്പാനിഷിൽ പറയണ കൊറഹയോ? അപ്പൊ ഇവനും സ്പാനിഷ് അറിയാവുള്ളോ? ഓസാസ്. Estoy bien. ¿Y tú? Jorge, I tell you. I got 9 and leave 5. World War II. You pay 115 pesos. ¿También? Yeah. Okay. I come by mañana. എടാ, ഇവൻ കാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടായി എല്ലാത്തിനും ഈ സി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? അവൻ ഞാനായിരുന്നെങ്കിൽ അത് $100 ഒതുക്കാന്. ഇപ്പം $150 കൊടുക്കണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞു. ആ. കൊസേ 150 no see, 100 I see. Okay, Jose. This is how I want the kitchen. Okay? The floor of the kitchen, I want marble. Marble, sí. Okay. And the countertops, here, and all the way here, I want granite. Granite, no Okay. problemo. ഗ്രാനൈറ്റ്. ഗിരിഗിരി, എനിക്കിപ്പോൾ ജോലിക്ക് പോകണം. നീ ഏരിയ ഒക്കെ ഒന്ന് മെഷർ ചെയ്യാനായിട്ട് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കൗണ്ടർ ടോപ്സ് ഒക്കെ വേറെ, ഫ്ലോർ വേറെ, എത്ര എന്നുള്ളതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകാം. ഓക്കെ? സോ ഐ സീ യു ലേറ്റർ. ഓക്കെ ഹൊസെ? ബൈ. José, mucho trabajo, casa. Compran de marble, compran de granite, compran de paint, compran de brush. Bien. മീസി. പിന്നെ ഈ തണുപ്പത്താ ഇവിടെ മാർബിളും ഗ്രാനൈറ്റും ഇടാൻ പോകുന്നത്. ഇപ്പോൾ എന്നാ താജ്മഹൽ പണിയാൻ പോണ്ടോ? എടാ, ഈ മാർബിൾ ഇട്ട തണുപ്പത്ത് കാല് കുത്തി ഇതിനകത്ത് നടക്കാൻ നോക്കുമോ? ഇതാ പെൺബുത്തി പിൻബുത്തിയാന്ന് പറയണത്. ഹോസേ, നോ മാർബിൾ, നോ ഗ്രാനൈറ്റ്, സംതിങ് ചീപ്പ്, സംതിങ് ലുക്ക് ലൈക്ക് മാർബിൾ. ഫോർ ദ തിണ്ണ, നോ മാർബിൾ, $2 ടൈൽസ്, ചീപ്പ്. ഓക്കെ, മീ ബോസ് ഡു. എടാ, നിങ്ങളോട് സ്പാനിഷിൽ പറ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ. Tú comprende chatai talk, Sí, comprende. chatai say, chatai cheap. ആഹാ, നീയും ജോസും കൂടെ ഇവിടെ വന്നിരിക്കുകയാണോ? അപ്പച്ച, ഈ പിക്കിള് നന്നായിട്ട് വിറ്റുവാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനി എവിടെ വാങ്ങിക്കാൻ കിട്ടൂടാ? അതല്ലെന്ന്, ക്യാഷ് ഇറക്കണമെന്ന്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബോട്ടില. അതാ ഡോളർ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമുക്കൊരു നല്ല പേര് വേണം. അതെഴുതി ഈ ലേബിൾ ഒട്ടിച്ച് കുപ്പിയുടെ മുകളിൽ വെച്ചാൽ ഉണ്ടല്ലോ, സെയില. Jorge, യെസ്, where keep tiles? യു കീപ് ദെയർ, ഓവർ ദെയർ. ഓക്കെ. അവൻ എന്തിനാടാ നിന്നെ എപ്പോഴും കൊരങ്ങേന്ന് വിളിക്കുന്നേ? ആര് വിളിച്ചു? അവൻ വിളിച്ച കൊരങ്ങയെന്നല്ല, ഹൊർഹേ. അതായത് സ്പാനിഷിൽ ജോർജിനെ വിളിക്കുന്നതാണ് ഹൊർഹേ എന്ന്, അല്ല കൊരങ്ങയെന്നല്ല. Okay, 5 o'clock. 5 o'clock already was it? Sí. How many tiles you move? 5 tiles. 5 only? Sí. Why you so slow, Jose? ആ പാവം കാലത്ത് തുടങ്ങി പണിയുന്നല്ലോടാ. ആ കാശ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. ശരിയാ, ഇവനോടൊക്കെ വർത്തമാനം പറഞ്ഞേക്കാളുമ്പോൾ ഉള്ളു കൊടുത്തു വിട്ടേക്കാം.
എന്നാ 100. നയൻറ്റി 10. എടാ ജോസേ, കം കം, അതവിടെ ഇരിക്കട്ടെ. കം കം. ഈ ഗ്രാൻഡ്മ അച്ചാറിനൊപ്പം അപ്പച്ചന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? Jose, this good, that bad. For one good, okay. Pull and put, mix. ഇത് എന്നാത്തിനാണ് ഈ ചെറിയ കുപ്പി? അപ്പച്ച, ഇതാ അപ്പച്ചന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത്. ഈ വരുന്നവരുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? അതിനകത്ത് കിഡ്സ് മീൽ. അപ്പച്ചൻ ഇതെല്ലാം എടുക്കുമോ? ഇത് മണപ്പിച്ച് ഇതിൻ്റെ മണം മുഴുവൻ മൂക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് എന്നാ കൊടുക്കും? ഈ കിഡ്സ് മീലിൻ്റെ കൂടെ കൊടുക്കാനുള്ള ഈ ടോയ്. ഹോസേ, ഹൗ മെനി മോർ പിക്കിൾ കുക്കിംഗ്? 3. ദാറ്റ്സ് ഗുഡ്. അപ്പച്ച, ഇപ്പോഴാണ് നമ്മുടെ ഈ കുപ്പിക്ക് ഒരു ലുക്ക് വന്നത്. ഈ ലേബിലൊക്കെ ഒട്ടിച്ച് വന്നപ്പം അടിപൊളിയായിട്ട് വിറ്റ് പോകും. അങ്ങനെ വിറ്റുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? ആ കുപ്പിക്ക് തന്നെ ഉണ്ട് $1 വില. പിന്നെ ബാക്കിയുള്ളത് ഇന്ത്യൻ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ പകുതി ലാഭം അവർ കൊടുക്കും. നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നത് വെറുതെ. അത് ശരിയാ. നമുക്കിനി ഇന്ത്യൻ കടയിലൊന്നും പോയി വിൽക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വിൽക്കാം. അങ്ങനെ നമ്മുടെ വരാന്തെ കൊണ്ടുവച്ചാൽ ആര് വാങ്ങിക്കാനടാ? ഫ്രഷ് ഗ്രേപ്പ് പിക്കിൾ. അപ്പച്ച, ചേട്ടാ എൻ്റെ അവൻ ജോലിക്ക് പോയി. അപ്പച്ച, ഞാൻ ഇന്ത്യൻ കടയിൽ പോയിട്ട് വരുവാ. നമ്മൾ 2 ആഴ്ച കൊണ്ട് കൊടുത്ത പിക്കിളെല്ലാം തീർന്നു പോയി. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ ചെയ്തപ്പം പിക്കിളെല്ലാം തീർന്നു പോയണ്ടോ? എന്നാ എൻ്റെ കാശ് എന്തേ? അത് പിന്നെ കാശ് അവരിനിയും 10 പിക്കിളും കൂടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുവോ. എന്നാ ചെല്ലു കൊണ്ട് കൊടുക്കടാ. ജോസേ, ജോസേ, ¿Qué pasa? 10 bottle, bring. No, we finished. We finish? Why no sticker? See, we have sticker. No bottle? Bottle, see, bottle. See bottle, see sticker. Why not pickle, Jose? No grapes. Season finished. No grapes? Season over?